ഹലോ ഗായ്സ് വെൽക്കം ടു മാർക്കറ്റ് അനാലിസിസ് വീഡിയോ. ഇന്നത്തെ മാർക്കറ്റ് ഒരു വാളറ്റൈൽ മാർക്കറ്റ് ആയിരുന്നു. മാർക്കറ്റ് ചെറിയൊരു ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തിട്ട് ഒരു ബൈയിങ് സൈഡ് മൂവ്മെന്റ് തന്നിട്ട് കുറേ നേരം അവിടെ കൺസോളിഡേഷൻ നടന്നിട്ട് വീണ്ടും ഓൾ ടൈം ഹൈ ടച്ച് ചെയ്ത് ഒരു ഷാർപ്പ് സെല്ലിങ് തന്നിട്ടാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഏപ്രിൽ 10 മാർക്കറ്റ് ഓൾ ടൈം ഹൈ ടച്ച് ചെയ്തിട്ടുള്ളത്. ഓൾ ടൈം ഹൈ ടച്ച് ചെയ്ത് മാർക്കറ്റ് നല്ലൊരു ഷാർപ്പ് സെല്ലിങ് തന്നിട്ട് ഇന്ന് ആ ഷാർപ്പ് സെല്ലിങ് മാർക്കറ്റ് കംപ്ലീറ്റ് ആയിട്ട് റിക്കവറി ആയിട്ട് ഒരു ന്യൂ ഓൾ ടൈം ഹൈ ടച്ച് ചെയ്ത ശേഷം ലാസ്റ്റ് അവറിൽ ഒരു നല്ലൊരു സെല്ലിങ് കാണിച്ചിട്ടാണ്, നല്ലൊരു സെൽ ഓഫ് കാണിച്ചിട്ടാണ് മാർക്കറ്റ് ഇന്ന് ക്ലോസ് ചെയ്തത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഈ ചാർട്ടിൽ നിങ്ങൾക്ക് കാണാം, ഇതാണ് മാർക്കറ്റ് കഴിഞ്ഞ മാസത്തെ ഓൾ ടൈം ഹൈന്ന്. മാർക്കറ്റ് നല്ലൊരു സെല്ലിങ് വന്നു, മാർക്കറ്റ് അത് കംപ്ലീറ്റ്ലി റിക്കവറി ആക്കിയിട്ട് അതിനേക്കാൾ മുകളിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ട് പക്ഷെ അവിടെ ഹോൾഡ് ചെയ്യാൻ പറ്റിയില്ല, ഫൈൽഡായി മാർക്കറ്റ് റിവേഴ്സ് ആയിട്ട് ക്ലോസ് ചെയ്തു. ഇന്നത്തെ മാർക്കറ്റിൻ്റെ ഓവറോൾ ട്രെൻഡ് എന്ന് പറയുന്നത്, ഞാൻ ഇന്നലെ നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്ത ഒരു ട്രേഡ് നമുക്ക് നോക്കുകയാണെങ്കിൽ, ഫസ്റ്റ് ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് രണ്ട് സൈഡും ട്രേഡ് നോക്കാമെന്ന് പറഞ്ഞിരുന്നു. കാരണം മാർക്കറ്റ് ഓൾ ടൈം ഹൈയിലാണുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്നലത്തെ മാർക്കറ്റ് നോക്കിയിട്ട്, ഇന്നലെ മാർക്കറ്റ് ഷാർപ്പ് സെല്ലിങ് തന്നതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ഇന്നൊരു റീട്രേസ്മെൻറ്റ് ട്രേഡാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നു മാർക്കറ്റ് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ആവുകയാണ്. മാർക്കറ്റ് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ആവാൻ പറയാൻ കാരണം, മാർക്കറ്റ് സ്വാഭാവികമായിട്ടും ഒരു ഒരു ഷാർപ്പ് ആയിട്ടുള്ള ഒരു ബൈയിങ് മൂവ്മെൻറ്റ് നമുക്ക് പ്രീവിയസ് ഡേ കിട്ടുകയാണെങ്കിൽ അത് കഴിഞ്ഞ ദിവസം ഒരു ചെറിയൊരു ഗ്യാപ്പ് അപ്പിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്യാറുണ്ട്. അതേപോലെ മാർക്കറ്റ് ഒരു ഷാർപ്പ് സെല്ലിങ് തന്നിട്ടാണ് മാർക്കറ്റ് ക്ലോസ് ആകുന്നതെങ്കിൽ നെക്സ്റ്റ് ഡേ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഡൗണിലായിരിക്കും മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഇന്ന് മാർക്കറ്റ് ഇന്നലത്തെ ഷാർപ്പ് നല്ലൊരു ബൈയിങ് ട്രെൻഡിനെ കാണിച്ചതുകൊണ്ട് തന്നെ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് ചെറിയൊരു ഗ്യാപ്പ് അപ്പിലാണ്. മാർക്കറ്റ് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തു, നന്നായിട്ടൊന്ന് അപ്പ് സൈഡിലേക്ക് മൂവ്മെൻറ്റ് നടത്തി, കുറേ നേരം കൺസോളിഡേഷൻ നടന്നു അവിടെ, പിന്നൊരു ഹൈ ടച്ച് ആയിട്ട് അവിടുന്ന് ഷാർപ്പായിട്ടുള്ള ഒരു സെൽ ഓഫ് നടന്നു. ഇന്നലെ പറഞ്ഞ ട്രേഡിംഗ് പ്ലാൻ നോക്കുകയാണെങ്കിൽ നമ്മൾ രണ്ട് സൈഡും ട്രേഡ് കൺസിഡർ ചെയ്തു. അതാ ഫസ്റ്റ് ട്രേഡ് പറഞ്ഞത് ഒരു സെല്ലിംഗ് ആണ് ഫസ്റ്റ് നടക്കുന്നതെങ്കിൽ നമുക്കൊരു റിവേഴ്സൽ ട്രേഡ് നോക്കാൻ പറ്റും. പക്ഷെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്തിട്ട് മാർക്കറ്റ് അപ്പ് സൈഡിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കവിടെ ഒരു റീട്രേസ്മെൻറ്റ് ട്രേഡാണ് പ്ലാൻ ചെയ്തത്. പക്ഷെ ചെറിയൊരു പ്രോഫിറ്റ് മാത്രമേ നമുക്കവിടെ എടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിട്ടുള്ളൂ. കാരണം മാർക്കറ്റ് കൺസോളിഡേഷൻ നടന്നിരുന്നു, കുറേ നേരം കൺസോളിഡേറ്റ് ആയിട്ട് പിന്നെ മാർക്കറ്റ് ഒന്ന് അപ്പ് സൈഡിലേക്ക് പോയിട്ടാണ് പിന്നെ ലാസ്റ്റ് അവറിൽ ഒരു സെൽ ഓഫ് നടന്നത്. ഇന്നത്തെ മാർക്കറ്റ് ഇത്രയൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഇത് കൂടാതെ ഇന്നത്തെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ, ഒന്ന് നമ്മുടെ ഇന്ത്യ വിക്സ്, അതായത് വോളറ്റൈൽ ഇൻഡെക്സ് ആയ ഇന്ത്യ വിക്സിൽ കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് ഒരു 10 മുകളിലായിരുന്നു. ഇന്ന് അത് 12 മുകളിൽ എത്തിയിട്ടുണ്ട്. അതായത് മാർക്കറ്റിൽ വോളറ്റൈൽ ഉണ്ടായിട്ടുള്ള ദിവസങ്ങൾ, അല്ലെങ്കിൽ മാർക്കറ്റ് ഇങ്ങനെ ബൈയും സെല്ലിങ്ങും ബോത്ത് സൈഡും നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടുമ്പോൾ തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ ഇന്ത്യ വിക്സ് കൂടുകയാണ്. ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുമ്പോഴാണ് മാർക്കറ്റ് നല്ലൊരു വോളറ്റൈലായിട്ട് മാറുക. നല്ല ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കിട്ടണമെങ്കിൽ ഇന്ത്യ വിക്സ് കൂടുന്നതാണ് നല്ലത്. അതുപോലെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഒക്കെ പെട്ടെന്ന് വളർച്ചയിലാകുമ്പോൾ സ്റ്റോപ്പ് ലോസും നമുക്ക് പെട്ടെന്ന് സ്റ്റോപ്പ് ലോസ് അടിക്കാനും സാധ്യതയുണ്ട്. പിന്നെ ഒന്നുള്ളത് FIA. നമ്മൾ കുറേ നാൾ മുമ്പ് ഡിസ്കസ് ചെയ്യുന്ന തന്നെ FIA സെല്ല് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് മാർക്കറ്റിൽ. പക്ഷെ അതിനൊരു മാറ്റം വന്നിട്ടുണ്ട്. ഇന്ന് FIA 1000 മുകളിൽ വാങ്ങിയിട്ടുണ്ട്. അതായത് ബൈയിങ് സൈഡൊക്കെ അവർ മാറിയിട്ടുണ്ട്. അതുപോലെ DI ഇന്ന് വാങ്ങിയിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ സെൽ ഓഫ് നടന്നതെന്ന് ചോദിച്ചാൽ, ഇതൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ആയിട്ടേ നമുക്ക് കാണാൻ പറ്റും. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ മന്ത് എൻഡ് ഒക്കെ വരുമ്പോൾ, ഇന്ന് 30th ഏപ്രിലാണ്, നാളെ മാർക്കറ്റ് ഹോളിഡേ ആണ്. മാർക്കറ്റ് നാളെ ഇല്ലാത്തത് കൊണ്ട് തന്നെ പലരും ഓൾ ടൈം ഹൈ ടച്ച് ചെയ്തിട്ടാകുമ്പോൾ അവരുടെ
പ്രോഫിറ്റ് ആയി അല്ലെങ്കിൽ അവർ ഏതെങ്കിലും ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഓൾ ടൈം ഹൈയിലൊക്കെ എത്തുമ്പോൾ കുറച്ച് ആളുകളെങ്കിലും പ്രോഫിറ്റ് നന്നായിട്ട് ബുക്ക് ചെയ്ത് മാറും. കാരണം ഇവിടെ നിന്ന് മാർക്കറ്റ് ഇനിയും മുകളിലോട്ട് പോകുമോ അല്ലെങ്കിൽ മാർക്കറ്റ് വീണ്ടും ഒന്ന് താഴേക്ക് വരുമോ എന്നുള്ള ഡൗട്ടൊക്കെ ആളുകൾക്ക് ഉണ്ടാവും, ഒരു പേടി ഉണ്ടാവും. സോ അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ അങ്ങനെയുള്ള സമയങ്ങളിൽ ചില പ്രോഫിറ്റ് ബുക്കിങ്ങുകളൊക്കെ നടക്കുന്നത് കൊണ്ട് മാത്രമാണ് ഈ ഒരു സെല്ലിങ്ങിനെ നമുക്ക് കാണാൻ പറ്റും. സോ അതുപോലെ തന്നെ മാർക്കറ്റിൽ ഇന്ന് നല്ലൊരു സെൽ ഓഫ് നടന്നിട്ടുണ്ട്. സോ ഇനി നമുക്ക് നോക്കാനുള്ളത് അടുത്ത ട്രേഡിംഗ് സെക്ഷനിൽ എങ്ങനെയുള്ള ട്രേഡുകളാണ് നമുക്ക് പ്രിഫറബിൾ ചെയ്യേണ്ടതെന്നാണ്. ഫസ്റ്റ് ഞാൻ പറയുന്നത് നമുക്ക് ബൈയിങ് സൈഡ് തന്നെയാണ് ഏറ്റവും നല്ല ട്രേഡ് ഇപ്പോഴും. കാരണം മാർക്കറ്റ് ഇപ്പോഴും ഓൾ ടൈം ഹൈയിലാണ്, മാർക്കറ്റ് സ്ട്രെങ്ത് ഉണ്ട് മാർക്കറ്റിൽ. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് വീണ്ടും ചെറിയൊരു സെല്ലിങ് സൈഡ് മൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു റിവേഴ്സൽ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. സോ ഇതാണ് ഏറ്റവും ബെസ്റ്റ് ട്രേഡായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഒരു സെല്ലിംഗ് സൈഡ് മൂവ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു റിവേഴ്സലിൽ ബൈയിങ് സൈഡേക്ക് നല്ലൊരു ട്രേഡ് നമുക്ക് കിട്ടാനുള്ള സാധ്യതയാണ് ഏറ്റവും ബെസ്റ്റ് ട്രേഡായിട്ട് എനിക്ക് തോന്നുന്നത്. ഇനി അതല്ല, മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ചെറിയൊരു ബൈയിങ് ഒക്കെ കാണിച്ചൊരു വീക്ക്നെസ് ഒക്കെ കാണുകയാണെങ്കിൽ നമുക്ക് ഒരു സെല്ലിങ് കൂടി നമുക്ക് നോക്കാം. കാരണം ഇന്നലത്തെ ലാസ്റ്റ് അവറിൽ നല്ലൊരു ഷാർപ്പ് സെല്ലിംഗ് ആയതുകൊണ്ട് അതിൻ്റെ ചെറിയൊരു കണ്ടിന്യൂറ്റി കിട്ടാനുള്ള സാധ്യതയുണ്ട്. സോ ഈ രണ്ട് ട്രേഡിങ്ങളാണ് ഞാൻ അടുത്ത ട്രേഡിങ്ങിലേക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധ്യതയുള്ള ട്രേഡിങ്ങളായിട്ട് പരിഗണിക്കേണ്ടത്. സോ അതുമാത്രമല്ല, ഇനിയുള്ള ദിവസങ്ങളിൽ അതായത് മാർക്കറ്റ് ഇപ്പം വളർച്ചയിലായിട്ട് ഓൾ ടൈം ഹൈയിലാണ്. സോ ഇനി ചിലപ്പം ഇലക്ഷൻ കഴിയുന്നവരെ മാർക്കറ്റ് ഇങ്ങനെ ആയിരിക്കും. കാരണം ഇന്ത്യ വിക്സ് കൂടിക്കൊണ്ടിരിക്കും, മാർക്കറ്റ് ഇതിനേക്കാളും നല്ലൊരു വളർച്ചയിലായിട്ട് മാറും. അതുകൊണ്ട് തന്നെ ട്രേഡ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക, നിങ്ങളുടെ ക്യാപിറ്റൽ ഒരിക്കലും ലോസ് ആവരുത്. നിങ്ങളുടെ റിസ്ക് റിവാർഡ് അതേപോലെ നിങ്ങളുടെ മണി മാനേജ്മെൻറ്റ് ഇതൊക്കെ കീപ്പ് ചെയ്ത് ശ്രദ്ധിച്ച് മാത്രം ട്രേഡ് ചെയ്യുക. നിങ്ങൾ പഠിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും പഠിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലത് ചെറിയൊരു എമൗണ്ട്, അതായത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടാൽ ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിനെ ബാധിക്കാത്ത ഒരു ചെറിയ എമൗണ്ട് വെച്ച് മാത്രം തുടങ്ങുക. അതുപോലെ തന്നെ നിങ്ങളുടെ ക്യാപിറ്റൽ എപ്പോഴും ശ്രദ്ധിക്കുക. ചെറിയൊരു ലോസൊക്കെ വരുമ്പോൾ അത് ബുക്ക് ചെയ്യാൻ നിങ്ങൾ തയ്യാറാവുക. സോ ഇതൊക്കെ ശ്രദ്ധിച്ച് മാത്രമേ ട്രേഡിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റൂ. സോ ഇന്നത്തെ വീഡിയോയിൽ ഇതൊക്കെയാണ്. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.